ലോകത്തിലെ ഒരു ചെറിയ ഭൂപ്രദേശം. പക്ഷെ ലോക ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ എപ്പോഴും നിർണായകമായ പങ്കാളിത്തമുള്ള ഒരു ദേശം, ചരിത്രവും പ്രവചനങ്ങളും ഒരുമിക്കുന്ന ഒരിടം, അതാണ് യെരുശലേം. അവിടെ നടക്കുന്ന സംഭവങ്ങളെ ലോകം ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളിലും ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തി കാണുന്ന ഒരു വലിയ സമൂഹം ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവിടേക്ക് ഉറ്റുനോക്കുന്നത്. യെരുശലേമിൽ നിന്ന് പൊതുലോകത്തേക്ക് വരുന്ന വാർത്തകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇസ്രായേലിൽ ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷം യെരുശലേം ദേവാലയം പുനഃസൃഷ്ടിക്കുവാൻ പോകുന്നു. ഇതുവരെ കാണാമറയത്തായിരുന്ന ചുവന്ന പശുവിന്റെ യാഗം നടന്നിരിക്കുന്നു. ഇങ്ങനെ നിരവധി വാർത്തകൾ, ദുരൂഹതകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഈ വാർത്തകളൊക്കെ ലോകമെങ്ങുമുള്ള വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ അവസാന നിമിഷത്തിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനകളാണ് എന്ന തിരിച്ചറിവാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ, നിരീക്ഷണങ്ങൾ ഒക്കെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേലിൽ യഹൂദന്റെ മഹാപുരോഹിതൻ തയ്യാറായിരിക്കുന്നു. പഴയ നിയമകാലത്തെ ഇസ്രായേലിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള പ്രധാന കണ്ണിയായിരുന്നു മഹാപുരോഹിതൻ. വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിവസമായ യോം കിപ്പൂരിൽ ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ഒരേ ഒരു വ്യക്തി. എന്നാൽ AD 70 യഹൂദന്റെ അഭിമാനമായിരുന്ന യെരുശലേം ദേവാലയം റോമാക്കാർ നശിപ്പിച്ചു. അതോടെ ലോകത്തിൽ യഹൂദന് ഒരു ദേവാലയമില്ലാതെയായി, മഹാപുരോഹിതനില്ലാതെയായി. ഇപ്പോൾ യെരുശലേമിലെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം 3-ാം യെരുശലേം ദേവാലയത്തിന്റെ പണി ആരംഭിക്കുവാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുവാനുള്ള പുരോഹിതന്മാരെ അവർ ഇതിനകം പരിശീലിപ്പിച്ചു കഴിഞ്ഞു. മഹാപുരോഹിതന് ധരിക്കുവാനുള്ള സ്വർണം കൊണ്ടുള്ള മാർപതക്കവും മറ്റു വിശുദ്ധ വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാം അവർ ഒരുക്കിയിരിക്കുന്നു. യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ അനുഷ്ഠാനപരമായ സകല വസ്തുക്കളും അവർ ശേഖരിച്ചിരിക്കുന്നു. നിർമ്മാണത്തിന്റെ പ്ലാനുകൾ മുഴുവൻ തയ്യാറായിരിക്കുന്നു. ഔദ്യോഗികമായി ഒരു മഹാപുരോഹിതനെ ഇതുവരെ നിയമിച്ചിട്ടില്ലെങ്കിലും ഏത് നിമിഷവും അങ്ങനെ ഒരാളെ കുറിച്ച് വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു എന്നത് ഒരു വലിയ സൂചനയാണ്. ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് നടക്കുന്നത്? ലോകമെങ്ങു നിന്നും യഹൂദന്മാരിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വലിയ തുകയാണ് ഇവർ ശേഖരിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിലെ ശതകോടീശ്വരനായ ഹെൻറി സ്വീക്കയുടെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഇസ്രായേൽ സർക്കാരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ധാരാളമായി ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ രഹസ്യാത്മകമല്ലെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത കുറവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ യെരുശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എൻ്റെ യെരുശലേം യാത്രകൾക്കിടയിൽ ഞാൻ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും അവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 3-ാം യെരുശലേം ദേവാലയം എന്നുള്ളത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നിരവധി ആശങ്കകൾ ലോകത്തിനുണ്ട്. ലോകമെങ്ങുമുള്ള യഹൂദരുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ് യെരുശലേമിലെ ടെമ്പിൾ മൗണ്ട്. അവിടെയാണ് അവരുടെ 3-ാമത്തെയും അവസാനത്തെയും ആലയം ഉയർന്നു വരേണ്ടത്. എന്നാൽ ഇപ്പോൾ അവിടെ തല ഉയർത്തി നിൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളുടെ 3-ാമത്തെ പുണ്യസ്ഥലമായ അൽ-അഖ്സ മോസ്കും ഡോം ഓഫ് ദി റോക്കുമാണ്. അതായത് 3-ാം യെരുശലേം ദേവാലയം യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത്
മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ അൽ-അഖ്സ മോസ്കും ഡോം ഓഫ് ദ റോക്കുമാണ്. ഈ കെട്ടിടങ്ങൾ നീക്കം ചെയ്യാതെ യഹൂദന് ദേവാലയം പണിയുന്നത് സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലോകത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുന്ന, വലിയൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ തുടക്കമായി മാറിയേക്കാം. എന്നാലും ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംഘടനകൾ പിന്മാറാൻ തയ്യാറല്ല. അവർ ദേവാലയത്തിലേക്ക് ആവശ്യമായ സ്വർണ്ണ മെനോറയും യാഗപീഠവും മറ്റ് ഉപകരണങ്ങളും വരെ നിർമ്മിച്ച് കാത്തിരിക്കുകയാണ്. നമ്മുടെ കർസേവകർ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടി കാത്തിരുന്നതുപോലെ അവരുടെ മൂന്നാമത്തെ യെരുശലേം ദേവാലയം പണി കഴിക്കുവാൻ വേണ്ടി നാളുകളായി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ചുവന്ന പശുവിന്റെ നിഗൂഢതയാണ്. ദേവാലയം പണിതാലും ശുശ്രൂഷകൾ തുടങ്ങണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയുണ്ട്. അത് ബൈബിളിൽ സംഖ്യാപുസ്തകം 19 അധ്യായത്തിൽ പറയുന്ന ശുദ്ധീകരണ നിയമങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചുവന്ന പശുവിന്റെ ഭസ്മം കൊണ്ടുള്ള ശുദ്ധീകരണമാണ്. അതിനുവേണ്ടി യാതൊരു കളങ്കവുമില്ലാത്ത, ഊനമില്ലാത്ത, നുകം വയ്ക്കാത്ത സമ്പൂർണമായി ചുവന്ന നിറമുള്ള പശുവിനെ യാഗം കഴിക്കേണ്ടതുണ്ട്. സംഖ്യാപുസ്തകം 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, യഹോവ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും ഊനമില്ലാത്തതും നുകം വെക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നിങ്ങൾ അതിനെ പുരോഹിതനായ എലയാസാറിന്റെ പക്കൽ ഏൽപ്പിക്കണം. അവൻ അതിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുകയും ഒരുവൻ അതിനെ അവന്റെ മുമ്പിൽ വെച്ച് അറുക്കുകയും വേണം. പുരോഹിതനായ എലയാസർ വിരൽ കൊണ്ട് അതിന്റെ രക്തം കുറെയെടുത്ത് സമാഗമന കൂടാരത്തിന്റെ മുൻഭാഗത്തിന് നേരെ 7 പ്രാവശ്യം തളിക്കണം. അതിന്റെ ശേഷം പശുക്കിടാവിനെ അവൻ കാണെ ചുട്ട് ഭസ്മീകരിക്കണം. അതിന്റെ തോലും മാംസവും രക്തവും ചാണകവും കൂടെ ചുടേണം. പിന്നെ പുരോഹിതൻ ദേവദാരു, ഈസോപ്പ്, ചുവന്ന നൂൽ എന്നിവ എടുത്ത് പശുക്കിടാവിനെ ചുടുന്ന തീയുടെ നടുവിലിടേണം. അനന്തരം പുരോഹിതൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അതിനെ ചുട്ടവനും വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിന്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വെക്കണം. അതൊരു പാപയാഗം. പശുക്കിടാവിന്റെ ഭസ്മം വാരിയവനും വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ഇത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഇതാണ് അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ചുള്ള വാക്യം. കഴിഞ്ഞ 2000 വർഷമായി ഇങ്ങനെ ഒരു പശുവിനെ കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്തയിടെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് 5 കളങ്കമില്ലാത്ത ചുവന്ന പശുക്കളെ ഇസ്രായേലിൽ എത്തിച്ചു. അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പായാണ് പലരും കണക്കാക്കുന്നത്. ഈ പശുക്കളെ യാഗം ചെയ്ത് ചാരമെടുത്താൽ പുരോഹിതന്മാരെയും ദേവാലയത്തെയും ശുദ്ധീകരിക്കാം. അതോടെ യാഗങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും. ഈ അടുത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കൊണ്ടുവന്ന ചുവന്ന പശുക്കളിൽ ചിലത് ഊനമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും ഒരെണ്ണത്തിനെ അവർ യാഗം കഴിക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ ആ യാഗം കഴിച്ചത് പൂർണ്ണമായും യഥാർത്ഥത്തിലുള്ള യാഗമാണോ, അതൊരു പരീക്ഷണം മാത്രമായിരുന്നോ എന്നൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിനകത്ത് ദുരൂഹതയും രഹസ്യാത്മകതയും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതന്മാർ ഒരുങ്ങിയിരിക്കുന്നു. ദേവാലയത്തിൽ ഉപയോഗിക്കുവാനുള്ള ഉപകരണങ്ങളും യാഗപീഠവും ഒക്കെ തയ്യാറായിരിക്കുന്നു. പുരോഹിതരെ ധരിക്കുവാനുള്ള വസ്ത്രങ്ങൾ വരെ ഒരുങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ ശുദ്ധീകരണത്തിനാവശ്യമായ
ചുവന്ന പശുക്കളും എത്തിയിരിക്കുന്നു. ഇവയെല്ലാം ഒരുമിച്ച് വരുമ്പോൾ പ്രവചനങ്ങളുടെ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. യഹൂദ വിശ്വാസം അനുസരിച്ച് ഇതെല്ലാം അവരുടെ മശിഹയുടെ വരവിനുള്ള അടയാളങ്ങളാണ്. എന്നാൽ ക്രിസ്തീയ പ്രവചന വ്യാഖ്യാനം അനുസരിച്ച് ഇത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് തൊട്ട് മുമ്പുള്ള സംഭവങ്ങളാണ്. മൂന്നാം ദേവാലയം നിർമ്മിക്കപ്പെടുമെന്നും അവിടെ എതിർ ക്രിസ്തു ദൈവമായി സ്വയം പ്രഖ്യാപിച്ച് തന്നെ അവരോധിച്ച് ആരാധന വാങ്ങുമെന്നും 2 തെസ്സലോനിക്കറിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ മടങ്ങിവരവ് സംഭവിക്കുക എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അതിനു മുൻപ് വിശുദ്ധ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്നും ക്രൈസ്തവർ വിശ്വസിക്കുന്നു. അതായത് യഹൂദ പ്രതീക്ഷയുടെ അടയാളമായി കാണുന്നതിനെ ക്രിസ്ത്യാനികൾ വ്യത്യസ്തമായ മറ്റൊരു പ്രതീക്ഷയായി കണക്കാക്കുന്നു. വ്യത്യസ്തമായ 2 വ്യാഖ്യാനങ്ങൾ ഈ വിഷയങ്ങൾക്കുണ്ട് എന്ന് സാരം. ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളൊന്നും വെറും വാർത്തകളല്ല, ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന പ്രവചനങ്ങളുടെ നേർക്കാഴ്ചകളാണ്. ഈ ഒരുക്കങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? മശിഹയുടെ മടങ്ങിവരവിനും അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും ഒക്കെയുള്ള തെളിവുകളല്ലേ നമ്മുടെ മുൻപിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. കാലം അതിന് ഉത്തരം നൽകട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകം ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. വേദപുസ്തക പ്രവചനങ്ങളെയും ലോകത്തിന്റെ ഗതിവിഗതികളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അത് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും വീഡിയോകളും തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നന്ദി.